എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? വെറുതെ. അമ്മയ്ക്ക് അസുഖം എങ്ങനെ? കുറവുണ്ട്. കുറവാണെന്ന് നടിക്കുന്നു. അമ്മ മാത്രമായിട്ട് എന്തിന് അഭിനയിക്കാതിരിക്കണം? ഇവിടെ എല്ലാരും ഉള്ളിലുള്ളത് പുറത്തു പറയാതെ അഭിനയത്തിലാണല്ലോ. ശ്രീദേവി പോലും. അയ്യോ, ഞാൻ ഊരും പേരും ഇല്ലാത്ത ഒരു പാവം വേലക്കാരി പെണ്ണ. ആ നില ഞാൻ മറക്കാൻ പാടില്ല. നീ ഇന്നലെ പറഞ്ഞല്ലോ, ആരുമില്ലാത്തതിനേക്കാൾ നല്ലതാ ആരായാലും ഒരാൾ ഒരിടം ഉണ്ടാവുന്നതെന്ന്. ആ ഒരാൾ എനിക്ക് നീയാ. എന്റെ അമ്മയെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയെ മതി എനിക്ക്. ധനവും സമ്പത്തും ഒന്നും എനിക്ക് വേണ്ട. ഞാൻ എതിർത്തൊന്നും പറയരുത്. ശ്രീദേവി, ஸ்ரீதேவி, இந்த பொண்ணு எங்க போனா? என் கண்ணாடி எங்க வச்சேனே, எங்க வச்சேன்னு தெரியலையே. ஸ்ரீதேவி, யாரங்க? ஸ்ரீதேவி, ഞാൻ ഇവിടെ ഉണ്ട് മുത്തശ്ശി. ഇതാ കണ്ണാടി. வர வர கண்ணாடி வைக்கலன்னா ஒண்ணுமே தெரிய மாட்டேங்குது. ആരാ അത്? നീ ആയിരുന്നോ? അവിടെ ആരോ രണ്ടുപേര് നിന്നതുപോലെ തോന്നിയല്ലോ. അതെ, രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് ഞാൻ, ഒന്നെന്റെ ഷാഡോ. നിഴൽ നിഴൽ നിഴൽ. ഓ, അത് ശരി. അല്ല മുത്തശ്ശി, കണ്ണാടി ഇല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഒട്ടും കണ്ണു കാണാൻ പാടില്ലേ? അപ്പടിയൊന്നുമില്ല, ഒരു ചെറിയ മങ്ങല്, അവളോതാ. മങ്ങലെന്ന് പറഞ്ഞാ ഇത്ര അടുത്ത് നിന്നാ കാണാൻ പറ്റുമോ? കണ്ണാടി ഇല്ലെന്നാ தெரியாது. ദൈവമേ, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടോ? അല്ല, ഇങ്ങനെ ഒരു കണ്ണാടി ഉള്ളത് കൊണ്ട് മുത്തശ്ശി രക്ഷപ്പെട്ടു എന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ എന്തെല്ലാം കുഴപ്പമുണ്ടായേനെ ഇവിടെ. കുഴപ്പമാ? അതല്ല, കണ്ണാടി വെച്ചപ്പോ മുത്തശ്ശിക്ക് നല്ലൊരു എടുപ്പുണ്ട്. എടുപ്പാ? എടുപ്പ്, അഴക് അഴക്, ഏഴഴക്. ഗൗണ്ടർ നായർ മാതിരിയേ മരുമകനും ഗട്ടിക്കാരൻ. അപ്പൊ കണ്ണാടി അടിച്ചു മാറ്റിയാൽ തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കാം. എനിക്ക് ആകെ പേടിയായി തുടങ്ങിയിരിക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാ മുത്തശ്ശിയുടെ കണ്ണീന്ന് രക്ഷപ്പെട്ടത്. അയ്യോ, അത് ഭാഗ്യം കൊണ്ടൊന്നുമല്ല. പിന്നെ അവർക്ക് കണ്ണ് കാണാൻ വയ്യഞ്ഞിട്ട്. തമാശ പറഞ്ഞ് ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇതൊന്നും പാടില്ല. രാജവല്ലി ഇതറിഞ്ഞ സഹിക്കില്ല. വയ്യ, എനിക്ക് ആ ശാപം വാങ്ങാൻ വയ്യ. ശാപമോ? ഞാൻ അവളെ കല്യാണം കഴിക്കാന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? നമ്മൾ രണ്ടുപേരും ഒന്നുചേരാൻ. ദേ, ഇങ്ങോട്ട് നോക്കി. നീ അതൊന്നും ഓർത്തിട്ടില്ല. അയ്യോ ചേച്ചി, അങ്ങോട്ട് വഴിയില്ല. അയ്യോ. നീയായിരുന്നോ? നീ ഇവിടെ ആരോടെ സംസാരിച്ചോണ്ടെന്നേ? അത് ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത്? ആരാത്? അവിടെ നിൽക്കാൻ. ഏത് വഴി? എന്താ? അശോകൻ, അശോകൻ അല്ല, ചേട്ടൻ. ചേട്ടനെ കണ്ടോ? അടുക്കള ഭാഗത്ത് നിൽക്കുന്ന കണ്ടു. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോ നോക്കിയാലും അടുക്കളയില്ല. ഞാൻ നോക്കിട്ട് വരട്ടെ. ഒന്ന് തന്നെ. ഇത് എന്റെ തലയിലിരുന്ന പൂവാണല്ലോ. സാറിന് ഇതെങ്ങനെ കിട്ടി? താഴെ വീണു. ഇതിനൊക്കെ ഇവിടെ വലിയ വിലയാ. വക്കീൽ സാറേ, അല്ല, ഈ വക്കീൽ എന്ന് പറയുന്നത് ഇരട്ടപ്പേരാണോ അതോ ജോലിയാണോ? അതെന്താ ജ്ഞാനശീലം ഗുരുക്കൾക്ക് ഇപ്പോഴങ്ങനെ ഒരു സംശയം? അല്ല,
കോടതിയിലൊന്നും പോകുന്നു കാണുന്നില്ല. കേസൊന്നുമില്ലേ? ആ ചില പുതിയ പുതിയ കേസുകൾ തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. വരും വരും. ആ എനിക്കൊരു സംശയം. ഈ കാർ സ്വന്തമാണോ അത് ഇവിടുത്തെ? ഇവിടുത്തെയാണ്, ആ. സ്വന്തമാണ്. ആ. ആ. ആ എനിക്ക് വേറൊരു സംശയം കൂടി. വക്കീൽ സാറിന് ഉദ്ദേശം എന്ത് പ്രായം കാണും? എത്ര പ്രായം തോന്നും? അല്ല, ഈ തലയൊക്കെ നരച്ചിട്ടും കല്യാണം കഴിക്കാത്തോണ്ട് ചോദിച്ചതാ. ഓഹോ, അത്രേ ഉള്ളു. എന്താ കഴിക്കാത്തെ? അത് മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണെ ഒത്തു കിട്ടിയില്ല. ഓ, അപ്പൊ മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണിനെ ഒത്തു കിട്ടിയാ കെട്ടും അല്ലേ? ആ മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണെ ഒത്തു കിട്ടിയാൽ കിട്ടും. മുത്തശ്ശി, പേടിച്ചിട്ടൊന്നുമില്ല അമ്മായി. കൈ കൈ കൈ. അയ്യോ ഇതെന്താ മുഖത്തൊരു പാട്? അത് വലിയ മോക്കൊരു വന്നായിരിക്കും. പറഞ്ഞു കൊടുക്കുവാളെ. മതി മതി, എന്റെ കുട്ടിയെ ഇങ്ങോട്ട് വിട്ടു തന്നെ. എന്നിട്ടാവാം വിശദീകരണം. നീ ഇങ്ങോട്ട് വന്നാൽ മതി. പെട്ടി വന്നിട്ട് നോക്കി മുളച്ചല്ലേ. ഇതെന്താ പറ്റിയ? ഇത്തവണ നീ എന്നെ പറ്റിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. അത് കൊള്ളാം. മുത്തശ്ശിയുടെ പിറന്നാളായിട്ട് ഞാൻ വരാണ്ടിരിക്കൂ. എത്ര ദിവസത്തെ ലീവ് ഉണ്ട് നിനക്ക്? എത്രയും നേരത്തെ പോകാമോ അത്രയും കൊള്ളാം. എന്നാലും ഒരു 2-3 ആഴ്ച. ഇനിയിപ്പൊ പിറന്നാളും കഴിഞ്ഞ് തിരുവോണവും കഴിഞ്ഞ് കയറി വാ. ഇതെന്റെ കൂട്ടുകാരൻ ഹരീന്ദ്രൻ. നമ്മുടെ തറവാടും ഗ്രാമവും ഒക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ഹരി, ഇത് മുത്തശ്ശി. നമസ്കാരം. ഇതെല്ലാം അമ്മാവന്മാരെ അമ്മായിമാരെയൊക്കെ പ്രത്യേകം പരിചയപ്പെടുത്തണോ കൊച്ചുകൃഷ്ണ? അല്ലേ കൈമളമാവ? പിന്നെ ഹോമിയോ ചികിത്സയൊക്കെ എങ്ങനെ നടക്കുന്നു? എന്താ കുറുപ്പമാവ, ഈ രക്ഷയൊക്കെ കെട്ടിയിട്ട് വല്ല രക്ഷയുണ്ടോ? പിന്നെ ഈ മുറപ്പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ കൊച്ചുകൃഷ്ണൻ എപ്പോഴും പറയും. മോനെ കൊച്ചേഷ, ആ കണ്ടില്ലേ അമ്മായിമാരുടെ ഒരു ഒരുമ. എല്ലാവർക്കും കൊച്ചുകൃഷ്ണനെ ഒരുപോലെ ഇഷ്ടമാ. ഹരിയോം ഹരി. എന്റെ പേര് ഹരി എന്നാണെന്ന് എങ്ങനെ മനസ്സിലായി? യാത്രയൊക്കെ സുഖമായിരുന്നു കുഞ്ഞേ. സുഖമായിരുന്നു. ഈ സ്വാമി വേഷം കെട്ടി നടക്കുന്നവരെല്ലാം കള്ളന്മാരാ. അവരൊറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂല. പക്ഷേ അമ്പോറ്റി സ്വാമി അങ്ങനെയൊന്നുമല്ല, ശരിയായ സ്വാമിയാണെന്നാണ് കൊച്ചുകൃഷ്ണൻ പറയുന്നത്. കൊച്ചേഷ, അകത്തേക്ക് വന്നോളൂ. ഇതാ വരുന്നേ. നീ മാത്രം വാ. അമ്മ പോയി. കൊച്ചേഷ, എന്തോ? നമ്മള് തറവാട്ടുകാരൊക്കെ ഒത്തുകൂടുന്ന ഈ അവസരത്തിൽ എന്തിനാ അന്യൊരാള്? ഞാൻ വിളിച്ചിട്ട് വന്നാ മുത്തശ്ശി. എവിടെ അയാളുടെ വീട്? ഏതാ തറവാട്? കൊച്ചിയില. ഹരീന്ദ്രനാഥ് നമ്പ്യാരെന്നാ മുഴുവൻ പേര്. നല്ല ഒന്നാം തരം തറവാട്ടുകാരനാ. പറഞ്ഞു വന്ന നമ്മുടെ മഹാകവി കുഞ്ചൻ നമ്പ്യാരില്ലേ, പുള്ളിയുടെ വകയിലൊരു ബന്ധുവായിട്ട് വരും. എന്തൊക്കെ ആയാലും അവൻ ഇവിടെ താമസിക്കുന്നത് ശരിയാകും തോന്നുന്നില്ല. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനെ പറഞ്ഞുവിടാനും മനസ്സ് വരുന്നില്ല. അതെന്താ? അച്ഛനും അമ്മയും അങ്ങ് അമേരിക്കയില്. അവൻ വളർന്നതും പഠിച്ചതും ഒക്കെ നാട്ടിലെ മുത്തശ്ശിയുടെ കൂടെ നിന്നാ. പാവം, കഴിഞ്ഞ മാസം ആ മുത്തശ്ശിയും മരിച്ചുപോയി. അതിനുശേഷം ആകെ അപ്സെറ്റാ. എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയും. പലതവണ ഞാൻ സമാധാനിപ്പിച്ചു നോക്കി. ഊണില്ല, ഉറക്കമില്ല. പല പ്രാവശ്യം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. ഒരു വിധത്തിൽ ഞാൻ അവനെ സമാധാനിപ്പിച്ചു. ഇതുപോലൊരു മുത്തശ്ശി എനിക്കുണ്ടെന്നും സ്വന്തം മുത്തശ്ശിയെ പോലെ കരുതിയാ മതിയെന്നും പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ വന്ന് കയറിയപ്പോഴാ അവന്റെ മുഖം ഒന്ന് പ്രസന്നമായത്. കണ്ടില്ലേ എത്ര സന്തോഷത്തോടെയാണ് എല്ലാവരോടും ഇടപെടുന്നത്. മുത്തശ്ശി മുത്തശ്ശി മരിച്ചിട്ടില്ല. എടാ, എന്റെ മുത്തശ്ശി മരിച്ചിട്ടില്ല. നീ വിളിച്ചപ്പോ നിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മുത്തശ്ശിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമായിരുന്നു. സന്തോഷമായി. മുത്തശ്ശി, എന്താ കുട്ടി ഇത്? എണീക്ക്. എനിക്ക് സന്തോഷമായി മുത്തശ്ശി. ഞാൻ പോവാണ്. വല്ലപ്പോഴും എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണമെന്ന് തോന്നുമ്പോ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. കൊച്ചുഷ, എന്തോ? ഹരീന്ദ്രനോട് കഴിയാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിന്റെ മുറിയില്? ഉണ്ട്. എന്നാ വേണുക്കുട്ടനോട് പറഞ്ഞ് ഒരു കട്ടിലൂടെ ഇട്ടോളൂ. വേണ്ട മുത്തശ്ശി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കട്ടിലേക്ക് കിടന്നോളാം. ഓ,
ബാ, ബാ. കൊച്ചേഷ എന്തോ നീ വേഗം കുളിച്ച് റെഡിയായി വാ. ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്റെ കാര്യം വലുതായിരിക്കും. കെട്ടും കെട്ടും. അന്ന് ഈ പാർക്കുട്ടിയുടെ സ്വഭാവം അറിയും. തള്ളയും തന്തയും ചത്തു കഴിഞ്ഞപ്പോ ഈ തോളി കിടത്തിയാ ഞാൻ അവനെ വളർത്തിയത്. ആ സ്നേഹം അവൻ എന്തായാലും ഉണ്ടാവാതിരിക്കുവോ? നിങ്ങളെന്താ ഒന്നും പറയാത്തെ? നീ തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ പാറു. അയ്യോ മോളെ, കൊച്ചുവിഷം യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ, എന്തെങ്കിലും കുടിക്കാൻ കൊണ്ട് കൊടുക്കണ്ടേ നീയല്ലേ? എന്തൊക്കെ കൊടുത്താലും കൊച്ചുകൃഷ്ണന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എടുക്കേണ്ട സുമതിക്കുട്ടി. ഓ, നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും കഴിപ്പ്. എന്നിട്ട് അവന്ന് ഈ ശരീരത്തിൽ കാണുന്നുണ്ടോ? അതുമില്ല. നോക്കെ, നീ എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് പറഞ്ഞേക്കാം. ആര് തൊടുന്നു? എന്റെ ദൈവമേ, എനിക്ക് പറ്റിയ അബദ്ധം എന്റെ മോക്ക് പറ്റാതിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. തരത്തിനൊരാളെ കിട്ടുകയെന്ന് പറഞ്ഞ ഒരു പെണ്ണിന് അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെ കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അമ്മയല്ല. കൊച്ചുകൃഷ്ണനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ അന്ന് ഞാൻ കൊല്ലും. കേട്ടല്ലോ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരം. ആ നേരത്ത് നാവിന്റെ തുമ്പത്ത് സരസ്വതി നിന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച്. ഓ, നിന്നെ ഞാൻ കുഞ്ചൻ നമ്പ്യാരുടെ ബന്ധുവാണെന്ന് പറഞ്ഞല്ലോടാ ചെറ്റേ. അതിനിടയിൽ അവന്റെ ഒരു സെന്റിമെന്റ്സ് കൊളമാക്കിയനെ. കുളവാക്കും. എന്നാലും നിന്റെ അത്ര ചളവാക്കൂല. അതെ, ഈ അലവലാതി കൂട്ടങ്ങളുടെ ഇടയിൽ കഴിയാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ അങ്ങ് പോവാ. എന്താ ഇത്? പോകാൻ വേണ്ടിയാണോ പറഞ്ഞത്? മുത്തശ്ശി ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? എന്താ? കല്യാണം. പിന്നല്ലാണ്ടെന്താ? ഓഹോ, വന്ന് കേറുന്നതിന് മുമ്പേ തുടങ്ങിയോ? ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. നിന്റെ അമ്മായിമാര് 3 പേരും കൂടെ നിന്നെ വെട്ടി നുറുക്കി ഫ്രൈ ആക്കി അവരുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കും. ഒന്നാലോചിച്ചാൽ നമ്മളെക്കാളും ടെൻഷൻ നിന്റെ അമ്മായിമാർക്കാ. ഉടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ എന്റെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കടാ. 1 അല്ല 3 എണ്ണം. കണ്ടില്ലേ എല്ലാത്തിനും? ഒരേ സമയം 3 ഭാര്യമാരല്ലേ കൈ വരാൻ പോകുന്നത്. നീ ആര്? ദശരഥ മഹാരാജാവ്. ഊതല്ലേ. എടാ, സാവധാനം നീന്തിയ അക്കരെത്താം. തൽക്കാലം നിലവെള്ളം ചവിട്ടി ജീവൻ രക്ഷിക്കും. വെട്ടൊന്ന് തുണ്ടൻ 2. അതാണ് മുത്തശ്ശിയുടെ സ്വഭാവം. രണ്ടായി മുറിഞ്ഞാലും യോജിപ്പിക്കാൻ പറ്റിയൊരു സുഹൃത്ത് നിന്റെ കൂടെ ഇല്ലേ? പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ആ ഫയലൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. അതിനു മുമ്പ് പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. ചെന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ വരിവരിയായി എത്തും. ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം നീ കുടി. അല്ല അവന് അത് എന്തൊക്കെ ആയാലും എല്ലാവരെയും ഒന്നിച്ച് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷമായി. അതെങ്ങനെ എല്ലാവരും ആവുന്നേ? ഒരാളിന്റെ കുറവില്ലേ എപ്പോഴും? അല്ല ശങ്കരൻകുട്ടി, കൈമളെ, ആ പേര് തറവാട്ടി പറയാൻ പാടില്ല. ഏതായാലും അവൻ കെട്ടിയ 2 കുട്ടികളുമായി. ഇനിയെങ്കിലും ഈ വാശി കളഞ്ഞൂടെ അമ്മായി? ഇല്ല, കണ്ണേറ്റിങ്കര തറവാട്ടിന്റെ പടി കറഞ്ഞ് സമ്മതിക്കത്തില്ല. എന്താ, എല്ലാവർക്കും ഇവിടെ വന്ന് മതിയായും തോന്നുന്നുണ്ടോ? അന്ന് അവൻ ഈ പടി ഇറങ്ങി പോകുമ്പോ എന്നെ ഓർത്തോ? അവന്റെ അച്ഛനെ ഓർത്തോ? ആ വേദന എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവാണ്. അല്ല ഞാൻ വേണ്ട കുറുപ്പേ, വേണ്ട. ഞാൻ മരിച്ചാലും അത് വേണ്ട. എന്റെ ചിതാഭസ്മം പോലും അവനെ കൊണ്ട് തൊടിക്കരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത്. മുത്തശ്ശിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ വിഷയം വലിച്ചഴക്കുന്നത്? മുറുക്കാൻ നാണിയമ്മേ, ഒരു ഗ്ലാസ് പശുവും പാലും എടുത്തോളൂ, ചൂടായിട്ട്.